ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. തിരുമാന്താംകുന്ന് ഭഗവതി ദേവസ്വം നടത്തി വരുന്ന ഞെരളത്ത് സംഗീതോത്സവം ഫെബ്രുവരി 15 ആരംഭിക്കും. വൈകിട്ട് 5 മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു ഉദ്ഘാടനം ചെയ്യും. മലബാർ ദേവസ്വം ബോർഡ് അംഗം K സുധാകുമാരി ചടങ്ങിൽ അധ്യക്ഷയാകും. സിനിമ സീരിയൽ നടൻ മണികണ്ഠൻ പട്ടാമ്പി മുഖ്യാതിഥിയാകും. ഈ വർഷത്തെ ഞെരളത്ത് പുരസ്കാരം കുറുങ്കുഴൽ വിദ്വാൻ കണ്ണത്ത് ഗോപാലകൃഷ്ണൻ നായർക്ക് സമർപ്പിക്കും. ഉദ്ഘാടന ദിവസം ഏലൂർ ബിജുവിൻ്റെ അഷ്ടപതി കച്ചേരിയും തുടർന്നുള്ള 4 ദിവസങ്ങളിലായി 100 കണക്കിന് സംഗീത വിദ്യാർത്ഥികളുടെ സംഗീതാരാധനയും വിശിഷ്ട കച്ചേരികളും അരങ്ങേറും. സമാപന ദിവസം രാവിലെ കേരളത്തിലെ പ്രഗത്ഭർ ഭാഗമാവുന്ന പഞ്ചരത്ന കീർത്താലാപനം നടക്കും. വൈകിട്ട് ഘന സംഘാലാപനത്തോടെ സംഗീതോത്സവത്തിന് തിരശീല വീഴും. ക്ഷേത്രത്തിൽ നിർമ്മിച്ച അന്നദാന മണ്ഡപത്തിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം 17 വൈകുന്നേരം 6 മണിക്ക് മന്ത്രി VN വാസവൻ നിർവഹിക്കും. മലബാർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ MR മുരളി മുഖ്യാതിഥിയാകും. സോപാന സംഗീത കുലപതി ശ്രീ ഞെരളത്ത് രാമപൊതുവാളിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി തിരുമാന്താംകുന്ന് ദേവസ്വം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഞെരളത്ത് സംഗീതോത്സവം നടത്തി വരികയാണ്. അതിൻ്റെ 29ാമത്തെ വാർഷികമാണ് ഈ വർഷം ഫെബ്രുവരി 15 ഉദ്ഘാടനം ചെയ്ത് തുടർന്ന് 4 ദിവസങ്ങളിലായി കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള 100 കണക്കിന് സംഗീത വിദ്യാർത്ഥികൾ സംഗീതാർച്ചനയായും നിരവധി പ്രമുഖരുടെ സംഗീത കച്ചേരികളായിട്ടും നടക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഞെരളത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഞെരളത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞെരളത്ത് പുരസ്കാരം എന്ന പേരിൽ 2023 മുതൽ ക്ഷേത്രവാദ്യകലകൾ അതുപോലെ അനുഷ്ഠാന കലകളുമായി ബന്ധപ്പെട്ട് ഉപജീവിക്കുകയും അതിൽ ആഴത്തിൽ അറിവും ഉള്ള കലാകാരന്മാരെ കണ്ടെത്തി ഈ അവാർഡ് നൽകി ബഹുമാനിക്കുന്ന ഒരു നടപടി കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ അവാർഡിന് പരിഗണിക്കുന്നവരെ ഒരു ജൂറി നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുമാന്താംകുന്ന് ദേവസ്വം ഭരണസമിതി അതിൽ നിന്നൊരാളെ തെരഞ്ഞെടുക്കുകയാണ് പതിവ്. ഡോക്ടർ NP വിജയകൃഷ്ണനെ പോലെ ഈ വാദ്യകലാ രംഗത്തെ ഗവേഷണാത്മകമായ പ്രബന്ധങ്ങളും പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ ജൂറി ഉള്ളത്. അപ്പൊ അവർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണത്തെ ഞെരളത്ത് പുരസ്കാരം കുറുങ്കുഴൽ വിദ്വാനായ ശ്രീ കണ്ണത്ത് ഗോപാലകൃഷ്ണനാണ് നൽകി ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 5 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന സംഗീതോത്സവം നിരവധി പ്രതിഭകളെ ഈ തിരുമാന്താംകുന്ന് അങ്ങാടിപ്പുറത്തെ സംഗീത വേദിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. ക്ഷേത്രം ഭാരവാഹികളായ വേണുഗോപാൽ, ശിവപ്രസാദ്, ജീവനക്കാരായ ഗിരി, ദീപേഷ്, അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.